ഹായ് മക്കളെ, എല്ലാവരും 9th CBSE ആനുവൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് 10th CBSEയിലേക്ക് കടക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ. 9th CBSE ആനുവൽ എക്സാമിനേഷൻ ചിലർക്ക് കുറച്ച് ടഫൊക്കെ ആയിട്ടുണ്ടാവും, റീടെസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക്, ആദ്യമായിട്ടുള്ളൊരു ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട അക്കാദമിക് ഇയറിലേക്ക് കടക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് മക്കളെല്ലാവരും. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ടെൻഷനും അതേപോലെ തന്നെ പേടി, അതേപോലെ എക്സൈറ്റ്മെൻറ്റ്, എങ്ങനെയായിരിക്കും ഈ 10th ഉണ്ടാവുക, 10th സീനാവുമോ, അങ്ങനെ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാവും അല്ലേ. പാരൻസ് ഒക്കെ ഒന്നുവിധം 3 നേരം പറയുന്നുണ്ടാവും നിങ്ങളെ കളിയൊക്കെ മതി, ഇനി പഠിച്ചു തുടങ്ങാമെന്ന് അല്ലേ. കാരണം ബോർഡ് എക്സാമിനേഷനാണ്, 10th സ്കൂളിലെ ടീച്ചേഴ്സ് അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക, സ്കൂളിലെ ടീച്ചേഴ്സ് അല്ല ക്വസ്റ്റ്യൻ പേപ്പർ വാല്യൂ ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ 10th ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സമയത്ത് 10th CBSE ബോർഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അഥവാ നിങ്ങളുടെ സീനിയേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ നോക്കുക. യെസ് മക്കളെ, എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളത് ആദ്യമേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ 10th CBSE ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് പണി കിട്ടും എന്നത് തന്നെയാണ്. കാരണം അവരതിൻ്റെ വിക്ടിംസ് ആണ്. ആദ്യമേ കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് മാത്രം ബോർഡ് എക്സാമിനേഷൻ വന്നപ്പോൾ അവർക്ക് ഇനിയും ബോർഡ് എക്സാമിനേഷന് കുറേ ദിവസങ്ങൾ കൂടെ ബാക്കിയുണ്ട്, കുറച്ച് ദിവസങ്ങൾ കൂടെ ബാക്കിയുണ്ട്, ഒരു 4-5 ദിവസം കൂടെ ഇനിയും ബോർഡ് എക്സാമിനേഷന് ബാക്കിയുണ്ട്. ആദ്യമേ കൃത്യമായിട്ട് പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് റിയൽ ലൈഫിൽ അനുഭവിച്ചവരുടെ എക്സ്പ്ലനേഷൻസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. സോ ആ എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 10th CBSE ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10th CBSE എന്ന് പറയുന്നത് നിങ്ങൾ അവസാനത്തേക്ക് അല്ലെങ്കിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കേണ്ട ഒരു ക്ലാസ് അല്ല. നമ്മൾ ആദ്യമേ കൃത്യമായിട്ട് പഠിച്ച് പോയിട്ടില്ല എങ്കിൽ 10th CBSEയിൽ നിങ്ങൾക്ക് എല്ലാ റിസൾട്ട്സും നല്ല രീതിയിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, 9th തന്നെ നിങ്ങൾ മാർക്ക് കിട്ടാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയതാണ്. നിങ്ങളെ ടീച്ചേഴ്സ് വാല്യൂ ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളെ ടീച്ചേഴ്സ് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കിട്ടാനായിട്ടാണ് നിങ്ങൾ എല്ലാവരും ആനുവൽ എക്സാമിനേഷൻ നല്ലപോലെ ബുദ്ധിമുട്ടിയത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് നിങ്ങളോ അറിയാത്ത ആരോ ആണ് 10th CBSE ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്നത്. നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്ത, നിങ്ങളെ സ്കൂൾ പോലും അറിയാത്ത ആരോ ആണ് ആ പേപ്പർ വാല്യൂ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം അവിടെ. അങ്ങനെ മാർക്ക് കിട്ടണമെങ്കിൽ മികച്ച രീതിയിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിരിക്കണം. അങ്ങനെ മികച്ച രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ പ്രിപ്പറേഷൻ നിങ്ങൾ എക്സാം സമയത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മടിയൻ മല ചുമക്കുക എന്നുള്ളൊരു പ്രയോഗം നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ ഒരു വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. കാരണം 10th CBSEയിലെ സിലബസ് എന്ന് പറയുന്നത് അത്രമേൽ ഭാരമുള്ളതാണ്. സോ എൻ്റെ മക്കൾ ആരും തന്നെ അവസാനത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ആദ്യമേ സിസ്റ്റമാറ്റിക് ആയിട്ട് 10th CBSEയിലെ ഓരോ സബ്ജക്റ്റും ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആൻഡ് അതിനു വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് ഫുൾ A1 അല്ലെങ്കിൽ ഫുൾ 95% എബോവ് എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ എത്തിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ് അസ്ത്ര ബാച്ച് ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇനിയും അത് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ മക്കളും എത്രയും പെട്ടെന്ന് തന്നെ അസ്ത്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എടുത്തുകൊള്ളുക. February 15 നമ്മളെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. സോ ആദ്യമേ കൃത്യമായിട്ട് സൈലത്തിൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് ഫുൾ A1 ഈ അക്കാദമിക് ഇയറിൽ നമുക്ക് നേടിയെടുക്കാം.